ഒളിഞ്ഞിരുന്ന് ഗന്ധർവൻ കളിക്കുന്ന ആള് നിങ്ങൾ പറയുന്ന പോലെ പ്രശ്നക്കാരനല്ലെങ്കിലും പാറുവിനോട് അയാൾക്ക് ആത്മാർത്ഥമായ പ്രണയം തന്നെയാണെങ്കിലോ? അത് നിനക്കെങ്ങനെ അറിയാം? അതെനിക്കറിയാം. എങ്ങനെ? അയാളെ എനിക്കറിയാം. ഞാനൊരു കാര്യം ചോദിച്ചാ പ്രിയഞ്ചേട്ടൻ സത്യം പറയോ? എന്താ പാറു? സിൽവർ ജൂബിലിയുടെ അന്ന് പ്രിയഞ്ചേട്ടൻ ഗന്ധർവനെ അറിയാന്ന് പറഞ്ഞില്ലേ, അത് സത്യം തന്നെയാണോ? അതോ എന്നെ പറ്റിക്കാൻ കള്ളം പറഞ്ഞതാണോ? അത് പാറു. സത്യം പറ പ്രിയഞ്ചേട്ടാ, ഗന്ധർവനെ അറിയോ? എന്റെ കൂടെ എപ്പോഴും ഉള്ള ആളാണെന്നാ ഗന്ധർവൻ പറയുന്നേ. പ്രിയഞ്ചേട്ടൻ അറിയോ ആളിനെ? കുഴങ്ങിയല്ലോ ദൈവമേ, എന്താ ഇപ്പൊ പറയാ? ഗന്ധർവൻ ഞാനാണെന്ന് തുറന്നു പറഞ്ഞ പാറു എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. നമ്മള് വീണ്ടും എന്നോട് പിണങ്ങിയാലോ? പ്രിയഞ്ചേട്ടൻ കള്ളം പറഞ്ഞതാണോ അതോ സത്യമാണോ പറഞ്ഞത്? പറ പ്രിയഞ്ചേട്ടാ. അത് പിന്നെ പറയാം. ഇപ്പൊ പോയി ജോലി ചെയ്യാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ കരുതും നിങ്ങളെ കഴിവില്ലാത്തവരായി ചിത്രീകരിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറയാണെന്ന്. ഇത് ഇന്നലെ വരെയുള്ള പ്രൊഡക്ഷൻ റിപ്പോർട്ടാ. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രാഫ് താഴോട്ടാ. താഴോട്ടെന്ന് പറഞ്ഞാ താഴോട്ട് താഴോട്ട് താഴോട്ട്. മാനേജ്മെന്റ് നിങ്ങളോട് ചോദിക്കില്ല, സമാധാനം ബോധിപ്പിക്കേണ്ടതേ ഞാനാ. ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറയും. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വഴക്കുണ്ട്, രഘുവിനെ പോലുള്ള പുഴുക്കത്തുകളും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കാൻ പാടില്ല. ബാധിച്ചാൽ പ്രൊഡക്ഷൻ ചീഫ് എന്ന നിലയിൽ അതിന് പരിഹാരം കാണേണ്ടത് എന്റെ ബാധ്യതയാണ്. എനിക്കെന്റെ ജോലി ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. അതിന് ഞാനൊരു പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കാനാ ഞാനിപ്പോ വന്നത്. നന്ദ, ഇത് നന്ദഗോപൻ. നന്ദൻ എന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ പുതിയ സൂപ്പർവൈസറാ. നിങ്ങളുടെ ലൈനിലെ എല്ലാ കാര്യങ്ങളും ഇനി നന്ദനാ സൂപ്പർവൈസ് ചെയ്യുന്നത്. ആർക്ക് എന്ത് ജോലി കൊടുക്കണം, ഓരോരുത്തർക്കും എത്ര പീസ് വെച്ച് കൊടുക്കണം എന്നൊക്കെ ഇനി നന്ദന തീരുമാനിക്കുന്നു. നിനക്കെട്ട് പണിയൊന്ന് കരുനാഗം പറഞ്ഞത് ഇതാണ്. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെല്ലാം ഇവന് കൊടുത്താ പിന്നെ ഇവിടെ നിനക്കെന്താ ജോലി? നിന്നെ പറഞ്ഞു വിടാൻ കൈലാഷ് സാറ് സമ്മതിക്കുകയില്ല. എന്തായിരിക്കും കരുനാഗത്തിന്റെ മനസ്സിൽ? അറിയില്ല, നോക്കാം. പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. ഈ കമ്പനിയിൽ എന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. എനിക്കുള്ള എല്ലാ പവറും അധികാരവും ഇവിടെ നന്ദനും ഉണ്ടാവും. എന്ന് വച്ചാൽ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ കാരണം കാണിക്കാതെ പറഞ്ഞു വിടാനുള്ള അധികാരവും നന്ദനുണ്ടാവും. അത് നിലവിലുള്ള സൂപ്പർവൈസർ ആണെങ്കിലും ഇവിടത്തെ തൂപ്പുകാരിയാണെങ്കിലും. ഒറ്റ വാചകത്തിൽ പറഞ്ഞ ഞാനും കൈലാഷ് സാറും അരവിന്ദ സാറും മുക്തമാട ഒഴികെ ബാക്കി എല്ലാവരും നന്ദന് താഴെയാണെന്ന് അർത്ഥം. സർ, പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി പുതിയ ജോലിക്കാരെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പ്രിയന്റെ ജോലിയെല്ലാം പുതിയ സൂപ്പർവൈസർക്ക് കൊടുക്കാന്ന് പറഞ്ഞ പ്രിയൻ പിന്നെ ഇവിടെ എന്ത് ജോലിയാ ചെയ്യുക? ആർക്ക് എന്ത് ജോലി കൊടുക്കണമെന്ന് ഞാനാ തീരുമാനിക്കണേ.
എന്നെ ചോദ്യം ചെയ്യണെങ്കിലേ നീ പോയി കൈലാഷ് സാറിന്റെയോ PKR സാറിന്റെയോ കുപ്പായിട്ടിട്ട് വാ. മോഹൻ ചോദിച്ചതിൽ എന്താ സത്യേറ്റ്? പ്രിയൻ ഇവിടുത്തെ സൂപ്പർവൈസർ അല്ലേ? പ്രിയനെ പോലൊരാൾ സൂപ്പർവൈസറായി ഉള്ളപ്പോ വേറൊരു സൂപ്പർവൈസറിന്റെ ആവശ്യമുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് സാറിന്റെ ഇഷ്ടാ. പക്ഷേ ഇനി പ്രിയന്റെ ജോലി എന്താ? അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ലേ? അതറിയാനുള്ള അവകാശം പ്രിയനും ഇല്ലേ? ഇനി പ്രിയന്റെ ജോലി എന്താണെന്ന് നിനക്കറിയണം അല്ലേ? പ്രിയന് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇവിടെയല്ല, ഗോഡൌണിൽ. ഗോഡൌണിലോ? അവിടെയും 100 കൂട്ടം പണികളില്ലേ? എല്ലാവരും പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്താൽ ഗോഡൌൺ നാദനില്ല കളരിയാവില്ലേ? ഇപ്പൊ തന്നെ അതൊരു നാദനില്ല കളരിയ. ആർക്ക് വേണമെങ്കിലും അവിടെ പോവാം, കിടന്നുറങ്ങും. അവിടെയും വേണം ഇതുപോലുള്ള അടുക്കും ചിട്ടയും. പ്രിയൻ അതിന്റെ കാര്യങ്ങൾ നോക്കണം. സൂപ്പർവൈസർ ആയിരുന്ന ആളെ ഗോഡൌണിലേക്ക് മാറ്റിയെന്ന് കരുതി ശമ്പളത്തിൽ കുറവൊന്നും വരുത്തില്ല കേട്ടോ. ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം തന്നെ തുടർന്നും കിട്ടും. പിന്നെ നീ ഇവിടെ കിടന്നിങ്ങനെ വിലസാറില്ലേ, അതിനി നടക്കില്ല. സർ, ഞാനിനി ഗോഡൌണിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്ന് സാറിന് പറയാം. കാരണം സാർ ഇവിടുത്തെ പ്രൊഡക്ഷൻ ഹെഡാണ്. പക്ഷെ ഞാൻ ഗോഡൌണിലെ ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ നിർബന്ധിക്കില്ലേ. ഗോഡൌൺ ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിലേ നിനക്ക് പോവാം. ഞാൻ പറഞ്ഞു വിട്ടെന്ന് ആരും പറയരുതല്ലോ. അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം പോവാണെന്ന് ഒരു രാജിക്കത്തെഴുതി എന്നെ ഏൽപ്പിച്ചിട്ട് വേണം അവിടുന്ന് പോവാൻ. കരുണാന സാറേ, പുകച്ച് പുറത്തു ചാടിക്കുന്ന പരിപാടിയാ സാറ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. ഞാൻ ജോലി രാജിവെച്ച് പോയാ സാറ് ജയിച്ചു. ഞാൻ പോയാ ഇതുപോലെ മറ്റൊരു കാരണം ഉണ്ടാക്കി സാറ് പാറുവിനെയും രാജിവെപ്പിക്കും. അതിനുശേഷം മോഹൻ, ജയന്തി, സൗസൗ, ഉഷ ചേച്ചി, നിഷ ചേച്ചി എല്ലാവരും രാജിവെച്ച് പോകുന്ന സാഹചര്യം സാറുണ്ടാക്കും. എന്നിട്ട് കഴിഞ്ഞ ദിവസം വിളിച്ചേർപ്പാടാക്കിയ ജോലിക്കാരെ കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ നടത്തും. ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം രാജിവെച്ച് പോയാൽ കൈലാഷ് സാറിനോടും PKR സാറിനോടും കരുണാകരൻ സാറിന് സമാധാനം ബോധിപ്പിക്കേണ്ടി വരില്ലല്ലോ. സാറിനെ കുറുക്കന്റെ ബുദ്ധിയാ. പക്ഷെ സാറേ, തോറ്റു തരാൻ പ്രിയന് മനസ്സില്ല. ഗോഡൌണിൽ ജോലി ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. മടിയില്ലെന്നല്ല പറയേണ്ടത്, വേറെ വഴിയില്ലെന്നാ. കഞ്ഞുകൂടി മുട്ടരുതല്ലോ. മൂക്കുകുത്തി വീണു എന്നിട്ട് ഹീറോയിസം കാണിക്കാൻ നോക്കാം. കരുണാകരൻ സാറേ, ഇവരോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഇവരോട് സംസാരിക്കുന്നത് ഞാൻ നിർത്തി. ഇനി മുതൽ നന്ദൻ തന്നെയാ ഇവരോട് സംസാരിക്കേണ്ടത്. സംസാരിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. കരുണാകരൻ സാറിനെ പരിചയപ്പെടുത്തി തന്നല്ലോ, നന്ദഗോപൻ, നന്ദൻ. നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് കരുണാകരൻ സാറും നിങ്ങളും തമ്മിൽ അത്ര രസത്തിലല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതറിഞ്ഞുകൊണ്ടല്ല ഞാനിവിടെ ജോലിക്ക് വന്നത്. എനിക്ക് നിങ്ങളെ ഭരിക്കാനോ വിരട്ടാനോ ഒന്നും ഉദ്ദേശമില്ല. അതല്ല എന്റെ രീതി. നിങ്ങളിൽ ഒരാളാണ് ഞാൻ. നിങ്ങളെന്ന് ഞാൻ പറയുന്ന പോലെ തെറ്റാണ്. ഇവിടെ നിങ്ങളില്ല, നമ്മളേ ഉള്ളൂ. ഞാനും നിങ്ങളെപ്പോലെ ഇവിടെ ജോലി ചെയ്യാൻ തന്നെയാ വന്നത്. മാസാമാസം ലഭിക്കുന്ന ശമ്പളം തന്നെയാ എന്റെയും ലക്ഷ്യം. ശമ്പളം വാങ്ങുമ്പോൾ കമ്പനിക്ക് അതിന് കണക്കായ ഒരു റിസൾട്ട് നമ്മൾ നൽകണം. റിസൾട്ട് ഉണ്ടാക്കേണ്ടത് നിങ്ങളല്ല, നമ്മളാണ്.